പ്രിയതാരം മോഹൻലാൽ ഒപ്പം തന്നെ ശ്രീ ലാൽ ജോസ് സംവിധായകൻ ലാൽ ജോസ് അടക്കമുള്ളവർ പരിസ്ഥിതി ദിനത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാനായി തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ തുമ്പയിൽ നിന്നും തിരുവനന്തപുരത്തെ തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്നും കാണുന്നത്. അവിടെ സർക്കാരിന്റെ PRD വകുപ്പുമായി ചേർന്നിട്ടാണ് PRDയും ഒപ്പം തന്നെ സെന്റ് സേവിയേഴ്സ് കോളേജും സംയുക്തമായി ചേർന്നിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടിക്ക് അവിടെ തുടക്കം കുറിക്കുന്നത്. അദ്ദേഹത്തിന്റെ വെളിപാടിന്റെ പുസ്തകം എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് ഇത്തരത്തിൽ ഇതുപോലൊരു മഹത്തായ ഒരു ദിനത്തിൽ ഒരു ചരിത്രപരമായ ഒരു സന്ദേശം നൽകുന്ന ഒരു കർമ്മത്തിലേക്ക് മോഹൻലാൽ കടക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ തുമ്പയിലെ സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ മുറ്റത്ത് നിന്നും. തീർച്ചയായിട്ടും മോഹൻലാൽ അദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തി നേരിട്ട് ഈ ചടങ്ങിലേക്ക് കടക്കുകയാണ്. കോളേജ് അധ്യാപകന്റെ വേഷത്തിലാണ് അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. ആ വേഷത്തിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഇത് ആൽമരം നട്ടുകൊണ്ടാണ് ആ ഒരു ചടങ്ങിന് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ചടങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരവസരത്തിൽ മോഹൻലാൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് പങ്കാളിയായിരിക്കുന്നത്. ഒരുപക്ഷെ ഓരോ കേരളീയനും ഇതുപോലെ തന്നെ ഈ ചടങ്ങുകളിലേക്ക് മനസ്സുകൊണ്ടെങ്കിലും പങ്കാളിയാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. വരും തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ മണ്ണിനെയും പ്രകൃതിയെയും കാത്തുവയ്ക്കാൻ, അവർക്ക് ഈ നാട്ടിൽ വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിലെ തത്സമയ ദൃശ്യങ്ങൾ. മോഹൻലാൽ മരം നട്ടുകൊണ്ട് സർക്കാരിന്റെ ഹരിത കേരള മിഷന്റെ ഒക്കെ ഒപ്പം തന്നെ പരിസ്ഥിതി ദിനത്തിന്റെ ഈ പരിപാടിയിൽ പങ്കുചേർന്നിരിക്കുന്നു. ആൽമരം നട്ടുകൊണ്ടാണ് അദ്ദേഹം. ഒപ്പം തന്നെ സംവിധായകൻ ലാൽ ജോസ് അടക്കമുള്ള പ്രമുഖർ അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. ഒപ്പം സെന്റ് സേവിയേഴ്സ് കോളേജിലെ അധ്യാപകരും പ്രിൻസിപ്പളും ഒക്കെ അവിടെ ഈ ഒരു അവസരത്തിൽ ഈ ഒരു കർമ്മത്തിൽ പങ്കാളിയാകാൻ വേണ്ടി ചേർന്നിട്ടുണ്ട്. ഒരു പക്ഷേ മോഹൻലാൽ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സിനിമയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ, ആ ചലച്ചിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അവിടെ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. ഏതായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായി കാതോർക്കാം. എന്താണ് പരിസ്ഥിതി ദിനത്തിൽ മോഹൻലാൽ മലയാളികളോട് പറയുന്നതെന്ന്. ഈ കാണുന്ന സെന്റ് സേവിയേഴ്സ് ക്യാമ്പസിലേക്ക് ഏതൊരു വ്യക്തി കടന്നു വന്നാലും ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഇവിടുത്തെ മരങ്ങളും പച്ചപ്പും തന്നെയാണ്. നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സിനിമ ഷൂട്ടിങ്ങിന് വന്ന എല്ലാ കലാകാരന്മാരും എൻ്റെ അടുത്ത് പറഞ്ഞത് അത് തന്നെയാണ്. പക്ഷേ 1965 ഈ ക്യാമ്പസിൽ സെന്റ് സേവിയേഴ്സ് കോളേജ് ആരംഭിക്കുമ്പോൾ ഇത് വെറും തരിശുഭൂമിയായിരുന്നു. ഇവിടെ വെറും മണലാരണ്യം മാത്രമായിരുന്നു. ഇവിടെ വന്ന ജെസ്യൂട്ട് ഫാദേഴ്സും അവരോടൊപ്പമുള്ള ഇവിടുത്തെ ഈ കലാലയത്തിലെ സ്റ്റാഫും വിദ്യാർത്ഥികളും എല്ലാവരും ചേർന്ന് ഇവിടെ പടുത്തുയർത്തിയതാണ് ഈ മനോഹരമായ ക്യാമ്പസും ഇവിടുത്തെ വൃക്ഷലതാദികളും. ഇത് പരിപോഷിപ്പിക്കണം, കാത്തു പരിപാലിക്കണം. അതിനുവേണ്ടിയിട്ട് നാം പ്രയത്നിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രകൃതിക്ക് ചേരാത്ത വൃക്ഷങ്ങളല്ല നാം വളർത്തേണ്ടത്. പ്രത്യേകിച്ചും സർക്കാർ എടുത്തു പറയുന്നു അക്കേഷ്യ പോലുള്ള മരങ്ങൾ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് നല്ല മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് നാം ഈ അക്കേഷ്യയുടെ ഈ ഭാഗത്ത് വേറെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്. ഇതിന് എത്തിച്ചേർന്ന നമ്മോട് സഹകരിക്കുന്ന കേരള സർക്കാരിന്റെ ഭാഗമായി PRD നമ്മൾ സഹകരിക്കുന്നു. നമ്മുടെ കോളേജിൽ ഇതിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ PTA ആണ്. അതിൻ്റെ എല്ലാ ഭാരവാഹികളെയും എല്ലാത്തിനുപരിയായി നമ്മുടെ ഈ ചടങ്ങ് ഏറ്റവും മനോഹരവും അർത്ഥവത്തമാക്കുന്നത് നമ്മുടെ മലയാള സിനിമയുടെ നായകന്മാരായ ഏറ്റവും ലോകം കാണുന്ന ആരാധ്യരായ നമ്മുടെ പത്മശ്രീ മോഹൻലാൽ അവർ, അതോടൊപ്പം അദ്ദേഹത്തിനോട് സംവിധായകനായ ശ്രീ ലാൽ ജോസ്, നമ്മുടെ തിരക്കഥാകൃത്ത് JP നായരമ്പലം, മറ്റ് ലാൽ ജോസ് സാറിൻ്റെ സിനിമയുടെ ടീമിലുള്ള എല്ലാവരെയും, അതോടൊപ്പം നമ്മുടെ ഈ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനധ്യാപകരെയും PTA അംഗങ്ങളെയും
എല്ലാവരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് മുഖ്യ സന്ദേശം നൽകി ഈ ചടങ്ങ് ഇനാഗുറേറ്റ് ചെയ്യുന്നതിനായി പത്മശ്രീ മോഹൻലാലിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഉണ്ടാകട്ടെ. ഒരുപാട് ആളുകൾ നല്ല ഓക്സിജൻ വലിച്ചിട്ടിരിക്കട്ടെ. താങ്ക് യു. ഈ ചടങ്ങിൽ പങ്കെടുത്ത ശ്രീ മോഹൻലാൽ, ശ്രീ ഡാഗോ, തീർച്ചയായിട്ടും മോഹൻലാൽ ആൽമരം നട്ടുകൊണ്ട് അദ്ദേഹം ആ ചടങ്ങിൽ പങ്കുചേർന്നിരിക്കുന്നു. ഒപ്പം തന്നെ ആൽമരം നട്ടുകൊണ്ട് ശുദ്ധമായ വായു ശ്വസിച്ച് വരും തലമുറ ജീവിക്കട്ടെ എന്നാണ് പരിസ്ഥിതി ദിനത്തിൻ്റെ ഒരു സന്ദേശമായി മോഹൻലാൽ ഈ ചടങ്ങിൽ പറഞ്ഞത്. തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജ്, തിരുവനന്തപുരത്തെ തുമ്പയിലുള്ള സെൻറ്റ് സേവിയേഴ്സ് കോളേജിലാണ് ചടങ്ങ് നടന്നത്. ഒരുപക്ഷേ കോളേജിൻ്റെ പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ പണ്ടൊരു മണലാരണ്യമായിരുന്നു ആ ഭാഗം, അല്ലെങ്കിൽ മണൽ മാത്രമുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇന്ന് ഹരിതാഭം നിറഞ്ഞു നിൽക്കുന്നു. അത് ഇതുപോലുള്ള ഒരുപാട് ആളുകളുടെ അധ്വാന ഫലമാണ്.